കിച്ചൺ ടൂറിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കിച്ചൺ ടൂർ കൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും പുതുതായിട്ട് വീട് പണിയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കിച്ചൺ എങ്ങനെ വേണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് എൻ്റെ ഈ ഒരു കിച്ചൺ ടൂറിലൂടെ എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ നമ്മുടെ കിച്ചണിലോട്ട് വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനൊരു കിച്ചൺ ടൂർ, ഒരു പൊതു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ കിച്ചണിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കോസ്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള എൻ്റെ ഒരു ചിന്താഗതിയും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, മാറ്റം വരുത്തുന്നുണ്ടോ മാറ്റം വരുത്താം. അപ്പോൾ ഏതായാലും ഒരു പൊതു ഇൻഫർമേഷൻ പ്രകാരമാണ് ഞാൻ എൻ്റെ ഈ ഒരു കിച്ചൺ, കാരണം പെൺകുട്ടികളെ സംബന്ധിച്ച് കിച്ചൺ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണല്ലോ പണ്ടത്തെ ആൾക്കാർ മുതൽ കിച്ചൺ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെയുള്ളതാണെന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കുറച്ച് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പം മെയിനായിട്ട് എൻ്റെ കിച്ചൺ പണിയാൻ നേരത്ത് എനിക്ക് ഉണ്ടായിരുന്ന 3 കണ്ടീഷൻസിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും എൻ്റെ കിച്ചൺ ഭയങ്കര സ്പേഷ്യസ് ആവാൻ പാടില്ല. ആവശ്യമില്ലാത്ത സ്പേസ് എൻ്റെ കിച്ചണിൽ വേണ്ട. അതായത് നമ്മുടെ ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മളവിടെ കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ കുക്ക് ചെയ്താൽ മാത്രമല്ല അവൾ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മളവിടെ എപ്പോഴും വൃത്തിയായിട്ട് നമ്മൾ വെക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചണിൽ കിടന്ന് ക്ലീൻ ചെയ്യൽ മാത്രമേ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നേരം ഉണ്ടാവുള്ളൂ. ആ സ്ലാബ് ക്ലീൻ ചെയ്യൽ, ടാപ്പ് ക്ലീൻ ചെയ്യൽ, സിങ്ക് ക്ലീൻ ചെയ്യൽ, സ്റ്റൗ ക്ലീൻ ചെയ്യൽ, ഇത് മാത്രമേ, ഈ ക്ലീനിങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആവശ്യത്തിനുള്ള സ്പേസ് മാത്രമേ എൻ്റെ കിച്ചണിൽ പാടുള്ളൂ എന്നുള്ളത്. എന്നുവെച്ചാൽ കൺജസ്റ്റഡ് ആവാൻ പാടില്ല, പക്ഷേ ആവശ്യത്തിനുള്ള സ്പേസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറയുന്നത് ഒരു ജയിൽ പോലെ ക്ലോസ്ഡ് ആവാൻ പാടില്ല. നമുക്ക് കിച്ചണിലിരിക്കുന്നവർക്ക്, ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നവരായിട്ടാണെങ്കിലും ലിവിങ്ങിൽ ഇരിക്കുന്നവർക്കായിട്ടാണെങ്കിലും ഒരു കോണ്ടാക്റ്റ് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് നടത്താൻ പറ്റണം. ഒരിക്കലും കിച്ചൺ എന്ന് പറയുന്നത് വേറൊരു ലോകമായിട്ട് മാറാൻ പാടില്ല. അപ്പം എനിക്ക് ഫുള്ളി ഓപ്പൺ അല്ല, ഒരു മിനി ഓപ്പൺ എൻ്റെ കിച്ചണിൽ വേണമെന്നായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ടേബിൾ എൻ്റെ കിച്ചണിൽ വേണമെന്നുള്ളതായിരുന്നു എൻ്റെ മൂന്നാമത്തെ ആവശ്യം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം എല്ലായിടത്തും ഡൈനിങ് ടേബിളിലോട്ട് പോകേണ്ട കാര്യമില്ല. കിച്ചണിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കിച്ചണിൽ വെച്ച് തന്നെ നമുക്കിരുന്ന് കഴിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഒരു 3 നിർബന്ധമായിരുന്നു എൻ്റെ കിച്ചണിലുണ്ടായിരുന്നു. ആ 3 കണ്ടീഷൻസും വെച്ചിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചണാണ്. എൻ്റെ മനസ്സിൽ എങ്ങനെയായിരുന്നു എൻ്റെ കിച്ചൺ വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ളൊരു കിച്ചണാട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ ചിലർക്കുണ്ടാവും വലിയ കിച്ചൺ വേണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടാവും. അങ്ങനെ വേണ്ടുന്നവർ അങ്ങനെ തന്നെ ചെയ്തോ. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് ആട്ടോ പറഞ്ഞത്. കാരണം മെയിൻ്റനൻസും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ കിച്ചൺ നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസേ പാടുള്ളൂ എന്ന് പറഞ്ഞത്. എൻ്റെ ഈ ഒരു കിച്ചണിൽ നിങ്ങളിപ്പോൾ കാണാം, ഒരു ഭാഗത്ത് സ്റ്റൗവും കാണാം, ഒരു ഭാഗത്ത് വാഷ് ബേസിനും കാണാം, ഒരു ഭാഗം ഫ്രീ ആയിട്ട് കിടക്കുക. എന്നിട്ട് പോലും ഞങ്ങളുടെ ഈ ഒരു കിച്ചൺ എനിക്ക് കുറച്ചും കൂടി വലിപ്പം കൂടുതലായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പകുതി ഭാഗം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ കിച്ചണിലോട്ട്, നമ്മൾ പുതിയ വീട്ടിലോട്ട് കിച്ചണിലോട്ടൊക്കെ കയറി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇത് ക്ലീൻ ചെയ്ത് ഈ സ്ലാബൊക്കെ ഫുൾ ടൈം നമ്മൾ അവിടെ വെച്ച് കറികൾ കരിയുന്നു, അല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നു, നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു, സ്റ്റൗവിലോട്ട് വീഴുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ കിച്ചണിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലീൻ ചെയ്യാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ട് പോകാം കേട്ടോ. പറഞ്ഞ് കാട് കയറ്റുന്നില്ല. ഞങ്ങളുടെ കിച്ചണിൽ ആദ്യം തന്നെ നമുക്ക് ഞങ്ങളൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട്, ഫോൾ സീലിംഗ്. അതിൽ ജിപ്സം വെച്ചിട്ടും അതുപോലെ തന്നെ ഈ വുഡ് കളറിൽ കാണുന്നത് നമ്മുടെ വെനീറാണ് കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ അവിടെ സിലിണ്ടറിക് ആയിട്ടുള്ള ലൈറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് എന്നാണ് തന്നെ പറഞ്ഞത്, സീലിംഗ് ലൈറ്റോ അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ കിച്ചണിൽ ഒരു ഫാൻ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പം ഒരു സീലിംഗ്, അപ്പോൾ ഇതാണ് എൻ്റെ സീലിങ്ങിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു വുഡ് ഫിനിഷുള്ള ഫ്ലോറിംഗ് ആണ് നമ്മുടെ വീടിൻ്റെ ഓൾ ഓവർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. വുഡും വൈറ്റും കൂടി, ഇതൊരു മാറ്റ് ഫിനിഷുള്ള വുഡ് കളറിലുള്ളൊരു ഫ്ലോറിഡ് നല്ലതാണ്. നമുക്ക് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനും പറ്റും, കാണുമ്പോഴും നല്ല ഭംഗിയാണ്. ഇനി അടുത്തത് നമ്മുടെ ഓപ്പൺ, ഞാൻ പറഞ്ഞു എനിക്കൊരു ഓപ്പൺ സ്പേസ് വേണം, ഓപ്പൺ കിച്ചൺ വേണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ഫുള്ളി ഓപ്പൺ അല്ല, മിനി ഓപ്പൺ ആണ് എനിക്ക് വേണ്ടത്. ആ മിനി ഓപ്പൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്തിരിക്കുന്ന പോലെ അല്ല, ഇത് വെനീറാണ് കേട്ടോ. നമ്മുടെ പ്ലൈവുഡ് കൊണ്ടിട്ടുള്ള മൾട്ടി വുഡാണെന്ന് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ, ഞാൻ മറന്നുപോയേ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം എനിക്കിത് ഈ ഒരു മിനി ഓപ്പൺ വന്നിട്ട് അവിടെ 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ഐഡിയ പരമായിട്ടാണ് ഈ ഒരു ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം കുറച്ച് പ്രൈവസി ആകും. എന്നാൽ ഓപ്പൺ ആണ്, എന്നാൽ ഓപ്പൺ അല്ലേ,
ഓപ്പൺ അല്ല. ആ ഒരു ലെവലിൽ വരാൻ വേണ്ടി ആ ചേട്ടൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ആ ഒരു ഓപ്പണും കൂടെ നിങ്ങൾക്ക് ഒരു പ്രൈവസി ഇഷ്യൂ പോലെ നിങ്ങൾക്ക് വരും, അത് വരാതിരിക്കാനാണ് ഇങ്ങനൊരു. അപ്പം നമുക്ക് അവിടെ ഷോപ്പ് പീസുകൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞപ്പം അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. പെട്ടെന്ന് ഒരു നോട്ടം വരുമോ എന്ന് ചോദിച്ചാൽ വരും, വരൂലേന്ന് ചോദിച്ചാൽ വരില്ല, അങ്ങനെ ഒരു ഇത്. അപ്പം പാത്രങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ ഓരോ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഓരോരോ ഷോപ്പ് പീസുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പണിത് ഇടാൻ നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ദോഷങ്ങളും കൂടെ ഞാൻ പറയണമല്ലോ. ഇതിനകത്ത് പെട്ടെന്ന് തന്നെ പൊടികൾ കയറും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചും കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് ഇടണം. ഞാനിവിടെ ഒരു കുഞ്ഞ് പ്ലാന്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. ക്യാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ അത് പെട്ടെന്ന് ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി. അതിനകത്ത് ഫംഗസും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ കുറച്ചും കൂടെ മെയിൻ്റെനൻസ് നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. നമ്മൾ വൃത്തിയാക്കി കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഭംഗിയായിട്ട് എപ്പോഴും ഇരിക്കത്തുള്ളൂ. തുടയ്ക്കണം കേട്ടോ എപ്പോഴും. പിന്നെ വോൾ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടൈപ്പുള്ള ടൈലാണ് വാങ്ങി. ഇതൊരു ഗ്ലോസി ടൈപ്പിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഈ എന്താണ് അപ്പോക്സി ഇടാൻ പാകത്തിൽ ലൈൻ പോലെ സ്ട്രൈപ്സ് പോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ശരിക്കും നമ്മൾ നടന്നു പോകുന്ന പാസേജിലും കൂടെ നമ്മൾ ഈ ഒരു വോൾ ടൈൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ആ ഭിത്തി മൊത്തം നമ്മളിങ്ങനെ പിടിച്ച് പോയിട്ട് അവിടെയൊക്കെ ചെളിയായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ എങ്ങോട്ട് വരാം? ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ കിച്ചണിൽ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയർ നമുക്ക് കിട്ടി. ബാർ ചെയർ എന്ന് അതിന് പറയുന്നത് കിട്ടിയിട്ടോ. അപ്പോൾ ഇതിന് ഒരു ചെയറിന് ഒരു 5500 അങ്ങനെ എങ്ങാണ്ട് ഒരു റേറ്റാണ് വാങ്ങി. നമ്മൾ ഇങ്ങനെ കൽപ്പറ്റ ഹൈടെക് ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ സോഫയും കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങിയത്. ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. ഇതിൻ്റെ താഴോട്ടൊരു മെറ്റലാണ്, നല്ല ബലമാണ്. നമ്മളൊക്കെ കയറി നിന്നാൽ പോലും പൊട്ടത്തില്ല. ആ മുകളിലത്തെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയറാണ്. ക്ലീനിങ്ങിനാണെങ്കിലും എളുപ്പമാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളവിടെ രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ കിച്ചൻ്റെ അത് കണ്ടാൽ പറ്റും. ഇതിൻ്റെ ഇപ്പുറ സൈഡ് വേണമെങ്കിൽ നമുക്ക് ഒരു ചെയറും കൂടെ നമുക്ക് ഇടാം കേട്ടോ. പക്ഷെ നമ്മളത് ഇട്ടിട്ടില്ല, കാരണം രണ്ടിടത്ത് മതി എന്നുള്ളതിൽ. പിന്നെ നേരെ സ്ലാബിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കിച്ചൺ സ്ലാബ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പോഴത്തെ നാറ്ററിൻ്റെ അനുസരിച്ച് നാനോ വൈറ്റ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ പണ്ടത്തെ രീതികളനുസരിച്ച് നോക്കുമ്പം ഗ്രാനൈറ്റ് ആണ് എല്ലാവരും ഇടുക. പക്ഷേ ഇത് രണ്ടിലും പെട്ടതല്ല. ഇത് ഒരു വെട്രിഫൈഡ് ടൈലാണ്. പക്ഷേ ഇത് കിച്ചൺ സ്ലാബിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ഒരു പുതിയ മെറ്റീരിയലാണ്. കാണുമ്പോൾ ഒക്കെ നല്ല. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ആ ഒരു സ്പേസിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ബാക്കി ഉണ്ടായിരുന്നുണ്ട്. കാരണം നമുക്ക് പാസേജ് വളരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല വീതിയിൽ തന്നെ പാസേജ് ഉണ്ട് നമുക്ക് വർക്ക് ഏരിയയിലോട്ടും ഹോളിലോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ആ പാസേജിൻ്റെ ഒരു വലിപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സെക്ഷൻ അവിടെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലാബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റ് ഫിനിഷാണ്. ഇത് ഗ്രാനൈറ്റിനേക്കാളും ഇതിന് വിലയുണ്ട്. അടിപൊളി സാധനമാണ്, കറകളൊന്നും പിടിക്കില്ല, എല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുത്തത്. പക്ഷേ എനിക്ക് അത്രയും ഞാൻ ഓക്കെ അല്ല ഇതുമായിട്ട്. കാരണം ഇതിനകത്ത് ഈ വാട്ടർ മാർക്ക്, വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഡിസൈനൊക്കെ വളരെ നല്ലതാണ്. നമ്മളെപ്പോഴും തുടച്ച് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ സംഭവം കാണാൻ അടിപൊളിയാണ്. പക്ഷേ എന്നാൽ ഈ ഗ്രാനൈറ്റൊക്കെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ നാനോ വൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബുദ്ധിമുട്ടാണേ. പക്ഷേ ഈ ബ്ലാക്ക് വെച്ചാൽ നല്ലതാണ്, എപ്പോഴും തുടച്ചിടണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സിങ്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ടാപ്പ് നമുക്ക് പറയാം. കെരോവിറ്റിൻ്റെ ടാപ്പാണ് നമ്മൾ വാങ്ങിയത്. അതിനകത്ത് നമുക്ക് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ വരാൻ പാകത്തിന് നമ്മൾ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ട് സോളാറിൻ്റെ. അപ്പോൾ ചൂടുവെള്ളം തണുത്ത വെള്ളം കൂടെ കിട്ടാൻ പാകത്തിന് നമ്മൾ വർക്ക് ഏരിയയിൽ വെച്ചിട്ടില്ല. ഇവിടെ മാത്രമാണ് ഈ ഒരു ചൂടുവെള്ളത്തിൻ്റെ തണുത്തവും കൂടെ ഒന്നിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന കൂട്ട് വോളിൽ വെക്കുന്ന കൂട്ട് ടാപ്പാണ്. സിങ്ക് പറയുവാണെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ കൂട്ടുള്ള സാധനമാണ് വാങ്ങിയത്. അതിനകത്ത് ട്രേയും കൂടെ നമുക്ക് കിട്ടും. ആ ട്രേ അത്ര വലിയ ബെറ്ററൊന്നുമല്ല, ഒരുപാട് വെയിറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ താഴോട്ടങ്ങ് ചാടിപ്പോവും. പക്ഷെ എന്നാലും ഗ്ലാസ്സുകളൊക്കെ കഴുകി വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞ ശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇത്രയും സ്പേസ് ഉണ്ട്, നല്ല സ്പേസും ഉണ്ട് കേട്ടോ. ഒരു വലിയ പാത്രമൊക്കെ കഴുകാനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ സാധ്യത, നമ്മൾ റഫായിട്ട് യൂസ് ചെയ്ത സ്ക്രാച്ചസ് ഒക്കെ വീഴും. നമ്മുടെ ഈ ഒരു സിൽവർ കളറുള്ളൊരു സ്ക്രബില്ലേ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ സിങ്ക് കഴുകാൻ പാടില്ല. കഴുകിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്ക്രാച്ചസ് ഒക്കെ വീഴും. പക്ഷേ ഈ ഒരു നല്ല എലഗൻറ്റ് ലുക്കാണ്. നമ്മൾ സ്റ്റീലിൻ്റെ വെക്കുന്നതിലും നല്ല ലുക്കാണ് നമ്മൾ ബ്ലാക്ക് നമ്മുടെ കിച്ചണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സ്ലാബും ഈ ഒരു സിങ്കും കൂടെ വരുമ്പം നല്ല മാച്ചായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഈ ഒരു സിങ്കിന് എനിക്ക് തോന്നുന്നു ഒരു 4000-നടുത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു റേറ്റ് ആയത്. ആ ഒരു റേറ്റേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ നോർമലുള്ള സ്ക്രബ് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അവിടെയുള്ള വിൻഡോ ഒരു 3 കള്ളി വിൻഡോയാണ് വെച്ചിരിക്കുന്നത്.
ആ വിൻഡോൻ്റെ അവിടെ ഞങ്ങളൊരു ബ്ലൈൻഡ്സും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു കർട്ടൻ. സാധാരണ ആളുകളിങ്ങനെ കർട്ടൻസ് ഒന്നും നമ്മുടെ കിച്ചണിൽ വെക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഞാൻ ഒരെണ്ണം അങ്ങ് വെച്ചു. നമുക്കൊരു എപ്പോഴെങ്കിലുമൊക്കെ ഒരു അടച്ചിടണം തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് വെച്ചതാണ്. പിന്നെ അവിടെ നമ്മൾ ഇച്ചിരിയുടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഞാനവിടെ നമ്മുടെ ലിക്വിഡ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എൻ്റെ വീട്ടിലോട്ട് കുറേ സംഭവങ്ങൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലതും മോശമായിട്ടുള്ള എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു ബോട്ടിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നമ്മുടെ കിച്ചണിൽ നന്നായിട്ട് ചേരുന്നുണ്ട് അത്. പിന്നെ ഈ ഒരു സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഈ ഒരു സംഭവം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നത്, അബുദാബി നാട്ടിലോട്ട് വരാൻ നേരത്ത് വാങ്ങിക്കൊണ്ട് വന്നത്. ഇത് നല്ല ഉപകാരമുള്ളൊരു സാധനമാട്ടോ. നമുക്ക് ഈ കടുകുകളും ഏലക്കയും എന്താ പറയുക, നമുക്ക് എന്തൊക്കെ പെട്ടെന്ന് നമുക്കൊരു കിച്ചണിലോട്ട് എന്തൊക്കെ ആവശ്യം വരുന്നുണ്ടോ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാനൊക്കെ വളരെ നല്ല കേട്ടോ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് കിട്ടും, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കിട്ടും. നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലാണ്, നല്ല സ്റ്റാൻഡേർഡാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കിച്ചണിൽ വെച്ചിട്ടാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇത് ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ. ഇത് അബുദാബി മാത്രമൊന്നുമല്ല, ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പം ആമസോണിലും ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഇത്. പിന്നെ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നമ്മൾ മിക്സി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലഗൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എയർ ഫ്രയറാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം മിക്സിയൊക്കെ ഞങ്ങൾ വർക്ക് ഏരിയയിലാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റൗവിലോട്ട്, നമ്മുടെ സ്റ്റൗവിലോട്ട് നമ്മൾ വരികയാണെന്നുള്ളത് ഞങ്ങൾ ക്രോംപ്ടൻ്റെ സ്റ്റൗ ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഹോബ് എന്നൊക്കെ പറയുമ്പോൾ, ഹോബ് ചിമിനി എന്നൊക്കെ പറയുമ്പം ഇതിനകത്ത് എന്തൊക്കെയോ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തോ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് എല്ലാം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഇത് സംഭവം ഉപയോഗിച്ചിട്ട് വളരെ നല്ലതാണ്. 3 ബർണറാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഓട്ടോ ക്ലീനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ടച്ച് ചെയ്തും വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ സെൻസറും കൂടിയാണ്. എന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാനിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോ ക്ലീനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈറ്റ് ഉണ്ട്, 2 സൈഡിൽ ലൈറ്റ് വരും. ലൈറ്റൊക്കെ നമുക്കിങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെയുള്ളൊരു ഇതാണ് ഉള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതങ്ങനെ എപ്പോഴും ഉപയോഗിക്കാറില്ല കേട്ടോ. കിച്ചണിൻ്റെ വിൻഡോ ഞാൻ തുറന്നിടുകയാണ് ചെയ്യാറ്, കാരണം എന്തായാലും കറണ്ട് നന്നായിട്ടാവും. അപ്പം പിന്നെ നമ്മുടെ കിച്ചണിലോട്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ സ്മെല്ലങ്ങനെ വരുന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ നേരത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കാറുള്ളൂ. പിന്നെ ഈ സ്റ്റൗവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റൗ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് സ്പാർക്കാണ്. അപ്പം കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലൈറ്റർ, വേറെ സെപ്പറേറ്റ് ലൈറ്റർ നമ്മൾ ഉപയോഗിക്കണം. കറണ്ടിൽ തന്നെ ഇത് വർക്കാവത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് കുറച്ച് ഗ്യാസ് അധികമായിട്ട് നഷ്ടമാകുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിനകത്ത് ആ തുളകൾ കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ, നല്ല അടിപൊളി, പെട്ടെന്ന് ചൂടാവും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ഗുണമുണ്ട്. ക്രോംപ്ടൻ്റെ നല്ല ബ്രാൻഡാണ്. അതിന് ഏകദേശം ഒരു 54,000 രൂപ, 52,000 രൂപയാണ് നമുക്ക് ടോട്ടലായത് കേട്ടോ. പിന്നെ അത് നമ്മൾ എവിടുന്ന്, മൈജിന്നാണോ, അല്ല വേറൊരു ബത്തേരി എന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ, മറന്നുപോയി. പിന്നെ ഫ്രിഡ്ജിനെ പറ്റി പറയുവാണെങ്കിൽ, ഫ്രിഡ്ജ് ഒരു നല്ല ഗ്രേ കളറായിട്ടുള്ള നല്ലൊരു അടിപൊളി സാധനം, കൺവേർട്ടബിൾ ആയിട്ടുള്ള സാംസങ്ങിൻ്റെയാണ് ബ്രാൻഡ്. ഇതിന് ഏകദേശം ഒരു 40 സംതിങ്, 40, 45, 48 സംതിങ് അങ്ങോട്ടായിരുന്നു റേറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഈസ്റ്ററിൻ്റെയോ വിഷുവിൻ്റെയോ അങ്ങോട്ട് എന്തിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൈജിന്നാണ് വാങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ നമുക്കത് ലാസ്റ്റ് 38 or 39 അങ്ങാണ്ട് നമുക്ക് കിട്ടി കേട്ടോ, ലാസ്റ്റ് പ്രൈസ്. അപ്പോൾ ഫ്രീസർ നിങ്ങൾ കണ്ടല്ലോ, ഇത് കൺവേർട്ടബിളാണ്. കൺവേർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസറും നമുക്ക് ചില്ലറായിട്ട് ഫ്രിഡ്ജായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഞങ്ങൾ പൊതുവേ ഫ്രിഡ്ജ് അങ്ങനെ അധികം ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഫ്രിഡ്ജിലെ സാധനങ്ങൾ വളരെ കുറവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫ്രിഡ്ജ് വെറും കാലിയായിട്ടാണ് കിടക്കുക. ഇവിടെ അങ്ങനെ സാധനങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്നത് ഞാൻ വെക്കും. ഞാൻ അബുദാബിയിലാണെങ്കിൽ എൻ്റെ ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കും. പക്ഷേ ഇവിടെ വയനാട് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആരും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ സാധനം ചൂടാക്കി കഴിക്കലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ എന്തിനു പോകാം, നമ്മുടെ കബോർഡ്സിലോട്ട് പോവാം, നമ്മുടെ കിച്ചൺ ഷെൽഫ്. ഓക്കെ, അപ്പം മോള് ഭാഗത്ത് ഞങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഞാൻ വൈറ്റ് കളറും താഴെ ഭാഗത്തൊരു ലൈറ്റ് ബ്ലൂ ആണ് ചൂസ് ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. ഈ ലൈറ്റ് ബ്ലൂ തീരെ ഭംഗിയില്ലാണ്ടായോ, എൻ്റെ സെലക്ഷൻ മോശമായോ എന്നൊക്കെയുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ക്ലീൻ ഫിൽമൊക്കെ അങ്ങ് എടുത്തെല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് ഹൗസ് വാമിങ്ങിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും സംഭവം അടിപൊളിയായി. കിച്ചൺ എപ്പോഴും ഒരു ലൈറ്റ് കളർ വേണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു എനിക്ക് കേട്ടോ. കാരണം ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ കിച്ചൺ ഇരുണ്ട് പോകും, ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ കിച്ചൺ ആ ഒരു തെളിമയുണ്ടാവും. രാത്രിക്കാണെങ്കിൽ കൂടെ കിച്ചൺ ആ ഒരു തെളിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ലൈറ്റ് കളറേ ഞാൻ കിച്ചണിൽ ചൂസ് ചെയ്യുള്ളൂ എന്നൊരു നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത കളറാണ്. ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ.
കുറച്ച് ക്യാബിനറ്റ് നമ്മൾ ഈ പുൾ ഔട്ടിൻ്റെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം നോർമലായിട്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യാവുന്നതും, പിന്നെ താഴേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാൻഡം ബോക്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനത്തെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ ബോട്ടിലൊക്കെ നിങ്ങൾ കണ്ടോ, ഈ ബോട്ടിലൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയത് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമ്മളിങ്ങനെ ഷോപ്പിലൊന്നും പോയിട്ട് വലിയ പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഓൺലൈനിലൊക്കെ നല്ല അടിപൊളി സാധനം കിട്ടും കേട്ടോ, നല്ല BPA ഫ്രീ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെറ്റീരിയലായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ നമ്മളിങ്ങനെ പുൾ ഔട്ടിൻ്റെ ഇങ്ങനെ നമ്മൾ വലിച്ചിട്ട് തുറക്കുന്നതിന് നമ്മൾ പുൾ ഔട്ട് എന്ന് പറയുന്നത്. അതിനൊരു ബ്ലാക്ക് റബ്ബർ മാതിരിയുള്ള ഒരു ഹാൻഡിലുമാണ് ഉള്ളത്. ഈ വൈറ്റ് നമ്മുടെ കിച്ചണിൽ വെക്കുന്നത് ഭയങ്കര രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ ചെളിയും കാര്യങ്ങളൊക്കെ ആവുമായിരിക്കും, പക്ഷെ എന്നാലും കിച്ചണ് നല്ല തെളിമയാണ്. ഫുള്ള് വൈറ്റ് വെക്കാമായിരുന്നു എന്ന് പിന്നീട് എനിക്കൊരാഗ്രഹം വന്നു. പിന്നെ ഇത് തമ്മിൽ കോമ്പിനേഷൻ വന്നപ്പോൾ ഓക്കെ, ഇത് മതി എന്നുള്ളൊരു തോന്നലായി. പിന്നെ താഴോട്ടെത്തി കഴിയുമ്പം സീ ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു കളറ്. എൻ്റെ ക്യാബിനറ്റ് തന്നെ, കിച്ചൺ ക്യാബിനറ്റ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എല്ലാം തന്നെ ഓൾമോസ്റ്റ് കാലിയാണ്. ഞങ്ങൾക്ക് ഇതാ ഞാൻ പറഞ്ഞത്, കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒത്തിരി സ്പേസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ക്ലീൻ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടല്ലോ. നമ്മളിങ്ങനെ 1-2 ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കിച്ചൺ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ടാൻഡം ബോക്സ് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്, സ്പൂണും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് വെക്കാൻ പാകത്തിനായിട്ട്. ഈ ഒരു സ്പൈസസ് ബോക്സൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ആ ഒരു തവികളും എല്ലാം ഞാൻ അങ്ങനെ സ്പാച്ചിലൊക്കെ സെപ്പറേറ്റ് അങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ താഴെ പ്ലേറ്റുകൾ വെക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ട് നമ്മുടെ ഈ ഒരു ടാൻഡത്തിൻ്റെ. പിന്നെ നോർമൽ ഡോറുകളും വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഓയിൽ വെക്കാൻ അതിനൊരു പ്രത്യേക പേരുണ്ട്, കോർണർ ഷെൽഫ് എന്നല്ല, ഇതിന് വേറെ ഒരു പേരുണ്ടായിരുന്നു. ഈ ഓയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ഒരു പാൻട്രി യൂണിറ്റ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കൂട്ട് വേറെ എന്തോ ഇനി പാൻട്രി എന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം ഇങ്ങനെ ഈ ഓയിൽ വെക്കാൻ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു സംഭവം വെക്കും, നല്ലതാട്ടോ. നിങ്ങൾ പണിയുന്നവരോട് കൃത്യമായിട്ട് പറയണം ഇങ്ങനെ ഒരു സംഭവം വേണമെന്നുള്ളത്. പിന്നെ നേരെ സ്റ്റൗവിൻ്റെ താഴെ ഞങ്ങൾക്ക് വീണ്ടും ടാൻഡത്തിൻ്റെ ഉണ്ട്. എല്ലാം എംറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്, അവിടെയൊന്നുമില്ല. ഈ ലൈറ്ററൊക്കെ വെച്ചിരിക്കും, നമ്മുടെ കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, സ്റ്റൗ കത്തിക്കണമെങ്കിലാണ്. പിന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ സാധനം അവിടെ ഫിക്സഡ് അല്ല, നമുക്കത് വേണമെങ്കിൽ ആ ഒരു ബോക്സ് അവിടെ വെച്ചാൽ മതി. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിനി പ്ലെയിനായിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വേണ്ട, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കലബലയായിട്ട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണേലും അങ്ങനെയാണേലും കുഴപ്പമില്ല. പിന്നെ കബോർഡിൻ്റെ കാര്യം എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, നമ്മളൊരു ഈ കിച്ചൺ ക്യാബിനറ്റ് പണിതുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ ഡോറുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തെങ്കിലും കറകളോ ഈ ഗമ്മോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ പണിക്കാരോട് നമ്മൾ പറയുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഫുള്ള് കറയായിരിക്കും കേട്ടോ. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റും, കാരണം നമ്മൾ ആദ്യമായിട്ട് പണിയുന്നതാണ്, നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഡോറുകളിലും ഈ ഒരു കിച്ചൻ്റെ ഡോറുകളിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് കറകളും എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ പിന്നെ പക്ഷേ അത് തിന്നറൊക്കെ ഉപയോഗിച്ചാൽ പോകും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എന്നാലും നമുക്കത് പിന്നെ എക്സ്ട്രാ ചിലവാണ്, നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങണം. എന്നാലും അതൊന്ന് ആദ്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. എൻ്റെ കിച്ചൻ്റെ സൈസും കോസ്റ്റും എത്രയായിട്ടുണ്ടെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. സൈസ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു 370 × 390 അങ്ങനെ എങ്ങാണ്ടായിരുന്നു സൈസ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് തന്നെയാണോ? അപ്പോൾ കാരണം ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയതുകൊണ്ട് അതിൽ മാറ്റം വന്നിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് സൈസ് എത്രയാണെന്ന് ഞാൻ പറയാത്തത് കേട്ടോ. പിന്നെ കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനർ നമ്മൾ ടോട്ടൽ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്, എല്ലാ ഇൻറ്റീരിയർ വർക്കിനും കൂടെ. അപ്പോൾ അതിനകത്ത് കിച്ചണിന് മാത്രം എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു വിശ്വാസം ഒരു 3 ലക്ഷത്തിനുള്ളിൽ നിന്നിട്ടുണ്ടാവണം. കാരണം നമ്മൾ ചെറിയ കിച്ചണാണ്. മാത്രമല്ല പിന്നെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ പ്ലൈവുഡിൽ അക്രിലിക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഹൈ ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം റേറ്റ് മേ ബി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് കറക്റ്റ് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത്. അപ്പം ഇതാണ് എൻ്റെ ഒരു കിച്ചൺ. എൻ്റെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം പറയാൻ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ ഇതിനകത്ത് ഞാൻ നല്ലതും മോശവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണ്ടുന്നത് സ്വീകരിക്കാം, വേണ്ടാത്തത് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ഒരിക്കലേ വീട് പണിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രോപ്പറായിട്ട് തന്നെ പണിയാം. മെയിൻ്റനൻസ് ക്ലീനിങ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ഈസി ആക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഒരു കിച്ചണൊക്കെ പണിയുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മുടെ ഒരു സമയം ഒരു അടുക്കളയിൽ തന്നെ നമ്മളിങ്ങനെ നിന്ന് തീരേണ്ടി വരും കേട്ടോ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ടാറ്റാ.